വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് വീഡിയോ. എന്ന് വെച്ചാൽ ഞാൻ ഒരു അടിപൊളി മീൻകറി ഉണ്ടാക്കാൻ പോവാണ്. എന്നെ സഹായിക്കാൻ എൻ്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്. അപ്പോൾ ഇന്ന് നമ്മള് മീൻകറി ഉണ്ടാക്കാൻ പോകുന്നത് ഈ മീൻ്റെ പേരെന്താ വെച്ചാൽ വറ്റയാണ്. അപ്പൊ നമ്മള് ഫസ്റ്റ് ഞാൻ ഇപ്പോഴാണ് ഓർത്തത് വീഡിയോ എടുത്ത് കളയാമെന്ന്. അപ്പൊ ഞാൻ കൊച്ചുള്ളി, വെളുത്തുള്ളി, പിന്നെ എന്താ കരിയാപ്പലയും ഇട്ട് എണ്ണയൊക്കെ ഇട്ടിട്ട് അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മൂത്ത് വന്നാലേ നമുക്ക് പൊടികളൊക്കെ ഇടാൻ പറ്റൂ. ഞാൻ ഇവിടെ കാശ്മീർ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ ഉലുവാപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല രീതിയിൽ ഇത് മിക്സ് ആക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പൊ അടിപൊളി മീൻകറി ആയിരിക്കും ഗൈസ്. ഇനി നമുക്ക് പുളി ഒഴിക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളിതേ പുളിയൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അധികം വെള്ളം ഒഴിച്ചാലും മീൻകറി കുളമായിരിക്കും. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിക്കാവും. നമുക്ക് കുറച്ച് വെള്ളം നമുക്ക് ഇനി നന്നായിട്ട് മിക്സ് ആക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട് ഗൈസ്, കണ്ടോ? ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് കുറച്ച് പുളി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫുൾ ഒഴിക്കാം. പുളിയും കൂടെ നമുക്ക് ഇടാം. നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കാം. ഇനി നമുക്ക് പുളിവെള്ളം അല്ലാത്ത നമ്മുടെ സാധാ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ആക്കാം. നല്ല കളറാണ്, ചുവന്ന കളർ. ഓക്കെ, ഇത് നമുക്ക് നല്ല പോലെ തിളച്ചിട്ട് മാത്രമേ നമുക്ക് മീൻ കഷ്ണം, അതായത് വറ്റ നമുക്ക് ഇവിടെ കഷ്ണം കഷ്ണമായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് അത് ഇത് നന്നായിട്ട് തിളച്ചിട്ട് നമുക്ക് ആ വറ്റയുടെ മീനെല്ലാം നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ മീൻകറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കഷ്ണമൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഗൈസ്, ഞാൻ കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ മീൻകറി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സ്മെല്ലും ഉണ്ട്. നമുക്ക് ഇനി കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചൂടുണ്ട്, അപ്പൊ നമുക്ക് ഊതിട്ട് ഞാൻ വെച്ചോണ്ട് പറയല്ല, നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ ഇതെല്ലാവരും വീട്ടില് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ എല്ലാവർക്കും ബൈ.